ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു? ഞാനിങ്ങനെ സുഖമായിട്ട് അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അപ്പം നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 50 എപ്പിസോഡൊക്കെ കഴിഞ്ഞ് അടുത്തൊരാഴ്ചയിലേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന നമ്മുടെ സായി കൃഷ്ണനെ പറ്റിയിട്ടാണ്. സായി കൃഷ്ണ വന്ന് ആദ്യത്തെ ഒരു 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സായിയുടെ ഗെയിമൊക്കെ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എനിക്ക് സായിയിൽ കുറച്ചും കൂടെ പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് മുമ്പുള്ള ബിഗ് ബോസ് ആണെങ്കിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് ആണെങ്കിൽ പുള്ളി കയറുന്നതിന് തൊട്ട് മുമ്പുള്ള എപ്പിസോഡ് വരെ കണ്ട് റിവ്യൂ ചെയ്ത് അനലൈസ് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് അതിൽ ബിഗ് ബോസ് ഹൗസിൽ കയറിക്കഴിഞ്ഞ് എന്തൊക്കെയോ ഗെയിം സ്ട്രാറ്റജീസ് പുള്ളിക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പുള്ളി കയറിയിട്ട് നല്ലൊരു ഗെയിം കളിക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. സോ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് പുള്ളി വരാത്തത് കൊണ്ട് ഞാൻ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞു, ഓക്കെ ജസ്റ്റ് 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ, കുറച്ച് നാളും കൂടെ ഒക്കെ ഒന്ന് നോക്കാൻ, ചിലപ്പം പുള്ളി ഒന്ന് അഡ്ജസ്റ്റ് ആക്കി ആയി വരുമ്പം പുള്ളിയുടെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ പുള്ളി പുറത്തെടുക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നത്. ബട്ട് ദിസ് ഈസ് ടു മച്ച്. കുറേ നാളായി, അപ്പം ഓൾറെഡി കുറേ ദിവസങ്ങളായി, കുറേ അധികം ഗെയിംസ് പോയി, 2-3 ഇവക്ഷൻസ് കഴിഞ്ഞു, 2-3 വീക്കെൻഡ് എപ്പിസോഡ്സ് കഴിഞ്ഞു. സോ ഐ തിങ്ക് ദിസ് ഈസ് ദ ടൈം ടു ടോക്ക് അബൌട്ട് സായി. ഫസ്റ്റ് ടോക്കിംഗ് അബൌട്ട് സായി, പുള്ളി നമ്മൾ അറിയുന്നത് പോലെ തന്നെ കാറിനകത്തിരുന്ന് ഒരുപാട് ആൾക്കാരെ വിമർശിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ വിമർശനം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം ഒരാളെ വിമർശിക്കുമ്പം അയാൾ പറഞ്ഞ പോയിന്റിൽ അല്ലെങ്കിൽ അയാൾ ചെയ്ത കാര്യത്തിലെ ഇൻവാലിഡ് ആയിട്ടുള്ള കാര്യം എന്താണ്, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണ് അതിലെ തെറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ വിമർശിക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ അതൊക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് നമ്മളെല്ലാവരും സായിയിൽ ഒരു പ്രതീക്ഷ കൊടുത്തത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ സായിയുടെ എൻട്രിയിൽ തന്നെ നമ്മൾ കണ്ടതാണ്, സായി എല്ലാവരോടും ചോദിച്ചു ഏത് ടൈപ്പ് ഓഫ് ഗെയിമാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, ആരെയാണ് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ. അപ്പം സായി ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ഗബ്രീനെയാണെന്നാണ് പറഞ്ഞത്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കിനും എനിക്ക് തോന്നുന്നത് സായി ഇത്രയധികം ഗെയിമുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഏത് ടൈപ്പ് ഓഫ് ഗെയിമാണ്, അല്ലെ ആരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഗെയിമാണ് പുള്ളി കളിക്കാൻ പോകുന്നതെന്നുള്ളത് പുള്ളിക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഇല്ലായിരുന്നു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. കാരണം ഒന്നാമത്തെ കാര്യം, പുള്ളി അവിടെ ടാർഗറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് വന്നയാളെയല്ല പുള്ളി പിന്നീട് ഗെയിം നടക്കുന്ന സമയത്ത് ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടത്. അത് മാത്രമല്ല, കഴിഞ്ഞ വീക്കെൻഡിൽ എവിക്റ്റ് ആയ അബി കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ അബി പറയുന്നുണ്ടായിരുന്നു, അബി ആദ്യം ചെന്നപ്പോഴേ സായിയുടെ ആ ഒരു ടീമിലായതുകൊണ്ടാണ് പുള്ളിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുക, ആ ഗ്രൂപ്പ് ഉയർന്നു വരാതിരുന്നത് അതിലെ സായിയുടെ ഒരു ബാഡായിട്ടുള്ള ഗെയിം കൊണ്ടാണ് എന്നാണ് അബി അതിനകത്ത് പറയുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് അബി പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. കാരണം 24/7 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അബി പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇല്ലാതില്ല. കാരണം സായി ഒരു ഗെയിം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പിന്നോട്ട് വലിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എപ്പോഴും പ്രത്യേകിച്ച് പവർ റൂമിനകത്തൊക്കെ, ഇപ്പം പവർ റൂമിനകത്ത് കയറിയേക്കുമായിരുന്നല്ലോ, അപ്പോൾ പവർ റൂമിനകത്തുള്ള ഡിസ്കഷനൊക്കെ വരുമ്പോഴത്തേക്കും അല്ലാത്തുള്ള ഡിസ്കഷൻ ആണെങ്കിലും വരുമ്പോഴും ഈ പറയുന്ന നന്ദന, ജാസ്മിൻ, നോറ ഇവരൊക്കെ ആണെങ്കിൽ സായി ഒരു കാര്യം പറയുന്ന സമയത്ത് അവരൊക്കെ ഒരു 9 കാര്യങ്ങൾ പറയും. കാരണം സായി ഇങ്ങനെ എന്തോ വലിച്ചു നീട്ടി പോയിന്റ് ആയിട്ട്. പക്ഷെ സായി അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഈ പറയുന്ന റിവ്യൂ ഒക്കെ പറയുമ്പം, കാറിനുള്ളിരുന്ന റിവ്യൂ പറയുമ്പോൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ പുള്ളി. കുറച്ചൊരു ഡ്രാഗ് ഉണ്ടായിരുന്നു, ഐ അക്സെപ്റ്റ് ദാറ്റ്. പക്ഷെ എന്നാലും പുള്ളി കുറച്ചും കൂടെ പറയാനുള്ള കാര്യങ്ങൾ സ്റ്റേണായിട്ട് പറയുന്ന അങ്ങനെ ഒരു ഇതായിരുന്നു. എനിക്കെന്തോ പുള്ളി ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇതിനകത്ത് കാണിക്കുന്നു അതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള സംസാരം, അത് മാത്രമല്ല നല്ല ഉറക്കെ നല്ല സൗണ്ടൊക്കെ എടുത്ത് നല്ല സ്ഫുടമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സായി ബിഗ് ബോസിനകത്ത് വന്നപ്പോഴത്തേക്കിനും സംസാരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട്, വളരെ സ്ലോ ആയിട്ട്. ആക്ച്വലി എനിക്ക് ഓൾറെഡി സായിയുടെ സംസാരം അറിയാവുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ അത്രയും സ്ലോ ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ടാണോ, അതോ മറ്റുള്ളവർ നല്ല ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറയുന്നത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, സായിയുടെ സംസാരം എന്തെങ്കിലും ഡിസ്കഷനൊക്കെ വരുമ്പോൾ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരും കേട്ടോ. ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടെന്ന് പറഞ്ഞു തീർക്കൂ എന്നുള്ളൊരു, എന്താ പുള്ളി പറഞ്ഞു വരുന്നതെന്ന് ഇങ്ങനെ കേട്ടിരുന്ന് അവസാനമല്ലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് കാര്യം പറഞ്ഞു തീർക്കാമായിരുന്നല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കും. ഞാൻ ആക്ച്വലി ഈ ഒരു വീക്കിലും കൂടെ സായിൽ ഒരു പ്രതീക്ഷ കൊടുത്തായിരുന്നു. കാരണം പവർ റൂമിലേക്കൊക്കെ വന്നു, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുള്ളി പറയും ചെയ്യും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്.
പക്ഷെ പവർ റൂമിലെ അതിനകത്തെ ഡിസ്കഷനൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ കണ്ടത് ഈ പറഞ്ഞ ശരണ്യൊക്കെ ഭയങ്കര ഡോമിനേറ്റ് ചെയ്ത് നിന്ന് സായിയൊക്കെ പറയുന്ന അഭിപ്രായങ്ങൾ വെറുതെ പുറയിലേക്ക് തള്ളിക്കളയുന്ന പോലെയാണ് എനിക്ക് തോന്നി. കാരണം ഈ പറയുന്നവർ എല്ലാവർക്കും അത്ര ക്ഷമയില്ല. ഈ സായി പറഞ്ഞ് അവസാനിക്കുന്നോടം വരെ കേട്ട് നിൽക്കാനുള്ള ഒരു ക്ഷമയും കൂടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ശരണ്യൊക്കെ അതൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും മറ്റുള്ളവർ അതിനകത്ത് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പം അവരെല്ലാവരും സായിനെ കഴിഞ്ഞ് ഭയങ്കര ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അഭി പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിനകത്ത് അഭി പറഞ്ഞൊരു കാര്യമുണ്ട്, സായി ബിഗ് ബോസിലേക്ക് വന്നത് സായിക്ക് എന്തോ പുറത്ത് എന്തൊക്കെയോ നെഗറ്റീവ് ഇമേജ് ഉണ്ട്, ഒരു ക്രൂവൽ ഫേസ്, അങ്ങനത്തെ ഒരു ഫേസ് പുറത്തേക്ക് പോയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി പുള്ളി നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ബിഗ് ബോസിലേക്ക് പോയെന്ന്. സോ സായി ശരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സായി എന്താണ് പറയുക, വളരെ മോശമായിട്ടുള്ളൊരു കാര്യം. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോയിലേക്ക് വരാനും എക്സ്പോഷർ കിട്ടാനും കുറച്ച് ഫെയിം കിട്ടാനും അതിലൂടെ കരിയറിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിന് വേണമെങ്കിൽ സായിക്ക് ഓൾറെഡി അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം തന്നെ യൂസ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, എന്തെങ്കിലും ഒരു ചീത്തപ്പേര് മാറ്റാനാണെന്നുള്ള രീതിയിൽ ആണെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അതിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലേക്ക് വന്ന് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമേജ് വരാൻ സാധ്യതയുള്ള ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ തന്നെ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി സായി തിരഞ്ഞെടുത്തതിൽ സായി തിരഞ്ഞെടുത്ത ആ ഒരു രീതിയും തെറ്റാണ്. അത് മാത്രമല്ല സായി മറ്റാരുടെയോ ഒരു നല്ലൊരു അവസരം സായി നഷ്ടപ്പെടുത്തുകയായിരുന്നു. കാരണം നന്നായിട്ട് വന്ന് ഇതുപോലെ ഫേക്കായിട്ട് നിൽക്കാതെ നന്നായിട്ട് ഗെയിം കളിച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹമുണ്ടായിരുന്ന ആരെങ്കിലുമൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നിരിക്കും. സോ ആ ഒരു കാര്യത്തിൽ ഞാൻ എന്താണ് പറയുക, വിഷമം തോന്നുന്നു, വേറൊരാളുടെ അവസരം നഷ്ടപ്പെടുത്തിയല്ലോ എന്നൊക്കെ ഒന്നൊരു കാര്യം ഓർത്തിട്ട്. അത് മാത്രമൊന്നും അല്ല കേട്ടോ, സായി വന്നപ്പം മുതൽ പ്രത്യേകിച്ച് സ്ക്രീൻ സ്പേസ് ഒന്നും എടുക്കുന്നതേ കാണുന്നില്ല. അതിനകത്ത് നടക്കുന്ന വേറെ പല കാര്യങ്ങളും ആണ് അവർ കൂടുതലും പുറത്തേക്ക് വിടുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ തലയിൽ കളർ അടിച്ചിരിക്കുന്നതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നടക്കുന്നത് ചിലപ്പോൾ ആ ഒരു കളറൊക്കെ ഒന്ന് കാണാം. ചിലപ്പം വേറെ എന്തെങ്കിലും ഇൻസിഡൻ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ക്യാമറ ഫോക്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന് ഇടയ്ക്കൂടെ ഒരു ഫ്ലാഷ് ആയിട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നതൊക്കെ കാണാം. അല്ലാതെ പുള്ളി പ്രത്യേകിച്ചൊരു കളിയൊന്നും അവിടെ കളിക്കുന്നില്ല. സോ സ്ക്രീൻ സ്പേസും എടുക്കുന്നില്ല, ഗെയിമും കളിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലേക്ക് സായി പോവാണ്. കാരണം സായിയുടെ ചാനലിലൂടെ കുറേ ആൾക്കാർ ഇൻവിസിബിൾ ആയിട്ട് നിൽക്കുകയാണ്, അവർ ഗെയിം ഉടനെ പുറത്ത് പോകണം, എവിക്റ്റായി പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെയുള്ളൊരു ക്യാരക്ടറായിട്ട് സായി തന്നെ മാറുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷെ എന്നാലും എൻ്റെ പ്രതീക്ഷ അസ്തമിക്കുന്നില്ല. കാരണം സായിയുടെ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം മേ ബി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുള്ളിനെ ട്രിഗർ ചെയ്ത് നല്ലൊരു ഗെയിമറായിട്ട് പുള്ളി വരട്ടെ. ഈ ഒരു നല്ലൊരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിലേക്ക് പോയി എന്നുള്ളൊരു കാര്യം അതിനോട് എനിക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഓൾറെഡി അതിനകത്തുള്ളവർക്ക് നെഗറ്റീവ് ഇമേജാണ് കിട്ടാൻ സാധ്യത കൂടുതലുള്ളത്. ബട്ട് എനിവേ നന്നായിട്ട് കളിച്ച് കയറി വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.